പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം. ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും. ജനം കൂടി നശിക്കാതിരിക്കാൻ ഒരാളും മരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞത് കയ്യാഫാസാണ്, അന്നത്തെ പ്രധാന പുരോഹിതൻ. യേശുവിൻ്റെ പിന്നാലെ ജനങ്ങളെല്ലാം പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന യഹൂദ നേതാക്കന്മാരാണ് ഒരുമിച്ചുകൂടി സാൻഹദ്രിൻ സംഘം സമ്മേളിച്ച് യേശുവിനെ വധശിക്ഷ വിധിക്കുക. കുറ്റമെന്താണെന്ന് കണ്ടുപിടിക്കാതെ, വിചാരണ ചെയ്യാതെ മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞു. കാരണം യേശുവിൻ ഇങ്ങനെ പോയാൽ എല്ലാവരെയും വഴിതെറ്റിക്കും, എല്ലാവരും നശിക്കും. അപ്പോൾ ഇവിടെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വരികയാണ്. ഒരു ഭാഗത്തുനിന്ന് യഹൂദ നേതൃത്വം യേശുവിനെ കുറ്റവാളിയായി കാണുന്നു, മതവിദ്വേഷിയായി കാണുന്നു, ദൈവദ്രോഹിയായി കാണുന്നു, ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. മറുഭാഗത്തുനിന്ന് യേശുവിനെ ജനങ്ങൾ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ മരണം ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണുന്നു, മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായി. അപ്പോൾ യേശുവിൻ്റെ മരണം എല്ലാവർക്കും രക്ഷ നൽകുന്നതാണ്. യേശുവിൻ്റെ മരണത്തിലൂടെയാണ് അവരെയും രക്ഷ കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം പ്രകടമാകുന്ന ഈ കുരിശു മരണത്തിലൂടെയാണ്. ആ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് മനുഷ്യൻ രക്ഷയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് അതൊരു കൊലപാതകമാണ്, വിചാരണ ചെയ്യാതെ കൊല്ലുന്നതാണെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് രക്ഷണീയമായ പ്രവൃത്തിയാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം ഇവിടെ കാണാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരമമായ പ്രകടനമാണ്. അതിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടുക. എല്ലാവർക്കും യേശുവിനെ സ്വീകരിക്കാൻ സന്നദ്ധനാകുന്ന സകലർക്കും രക്ഷ നൽകുന്നുണ്ട്. ആ എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയാണ് യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്വീകരിക്കുക, തിരസ്കരിക്കാതെ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശെടുക്കാൻ, യേശുവിനെ അനുഗമിക്കാൻ, യേശുവിൻ്റെ കുരിശിൽ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ, സ്വീകരിക്കാനുള്ള കൃപ തമ്മിൽ നിൻ വഴിയേ